لا أرى بعد حبيبي محمد هدى മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട എൻ്റെ ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണുകൊണ്ട് മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിയൂല, അത് കാണാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ വഖുഫ ബസറുഹു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അവിടുന്ന് ഉടനെ അന്ധനായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കി, ഇത് മുഹബ്ബത്തിന്റെ ഒരു ഭാഗമാണ്. സ്വഹാബിയല്ലേ, മുത്തുനബിയുടെ പാഠശാലയിലിരുന്ന് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച മഹാനല്ലേ. മഹാനവറുകൾക്ക് തെറ്റുപറ്റുമോ? ഒരിക്കലും തെറ്റുപറ്റൂല. അത് മുഹബ്ബത്തിന്റെ ഒരു ഭാഗമാണ്. ആ ചെയ്തത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയോ? അതും കഴിയൂല. എന്നാൽ മാത്രമല്ല, പരിശുദ്ധമായ ഹദീസോ ഖുർആനോ നോക്കിയാൽ എന്നോടുള്ള മുഹബ്ബത്തിന്റെ ഭാഗമായി കണ്ണുപൊട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് എവിടെയെങ്കിലും മുത്തുനബി പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും മുത്തുനബി തങ്ങളത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് അതിർവരമ്പുകളില്ല. എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. ബിലാൽ തങ്ങളുടെ ചരിത്രമറിയില്ലേ? മദീനയിൽ നിന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ വഫാത്തായതിനു ശേഷം മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ നാട് വിട്ട ചരിത്രം നമുക്കറിയാം. നമ്മൾക്ക് ഒരു പക്ഷേ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ച മുത്തുനബി തങ്ങൾ കിടക്കുന്ന മദീനയിൽ നിന്ന് എന്തിനെ പോയി? അവിടെ ഇരുന്നാൽ റൗള എപ്പോഴും സിയാറത്ത് ചെയ്തൂടെ, മുത്തുനബിയുമായി ബന്ധപ്പെട്ടൂടെ? എന്നിട്ടും ബിലാൽ തങ്ങൾ പോയതെന്തിനാ? അത് അവിടുത്തെ മുഹബ്ബത്താണ്. അതുകൊണ്ട് നമ്മൾ നല്ല നിലയിൽ എങ്ങനെയൊക്കെ റബീഉൽ അവ്വൽ വരുമ്പോ എങ്ങനെയൊക്കെ മുത്തുനബിയെ സ്നേഹിക്കാൻ കഴിയുമോ, എങ്ങനെയൊക്കെ മുത്തുനബിയെ നമുക്ക് ആദരിക്കാൻ കഴിയുമോ, അവിടുത്തെ എങ്ങനെയൊക്കെ ബഹുമാനിക്കാൻ കഴിയുമോ, അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അതിന് നമ്മൾ പലരും നമ്മളെ പിന്തിരിപ്പിക്കാം. അത് ഹദീസിലില്ല, അതല്ലെങ്കിൽ ഖുർആനിലില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ പല ക്ലിപ്പുകളും നമ്മൾ കണ്ടേക്കാം. അതിലൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പെട്ടുപോകരുത്. പരമാവധി ഹബീബിനോടുള്ള സ്നേഹം നമ്മൾ നിലനിർത്തണം. നാളെ ആഖിറത്തിൽ ചൊല്ലുമ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലതുഭാഗത്ത് സിദ്ദീഖ് തങ്ങൾ നിൽക്കും, ഇടതുഭാഗത്ത് ഉമർ തങ്ങൾ നിൽക്കും. അവിടുത്തെ വലതും ഇടതും ബാക്കിലും എല്ലാ ഭാഗത്തും സഹാബികൾ മുഴുവനും നിൽക്കും. അവിടുത്തെ ചെരുപ്പിന് ഖിദ്മത്തെടുത്ത അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ചെരുപ്പെടുക്കാൻ പിന്നാലെ നടക്കും. ഈ സമയത്ത് ഒന്നുമല്ലാത്ത നമുക്ക് വല്ല സ്ഥാനമുണ്ടോ? പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ആ മഹാന്മാരുടെ കാലിനടിയിലെ ഒരു ചെറിയ മണ്ഡലിയായി നമുക്ക് സ്വർഗത്തിലെത്തണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കുകയാണ്. സമയം ദീർഘിച്ചതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.